1200 കായിക താരങ്ങൾ പങ്കെടുക്കുന്ന മീറ്റിൽ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് 100-ലധികം വരുന്ന ഒഫീഷ്യൽസാണ്. വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ ഒഫീഷ്യൽസ് സംസ്ഥാന മേളയുടെ ആദ്യ മണിക്കൂറിലെ മത്സരങ്ങൾ വിലയിരുത്തുകയാണ്. 2 ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയുടെ ആദ്യ ദിവസത്തിന്റെ ഏതാണ്ട് പകുതി മണിക്കൂറുകളാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. 1200-ലധികം കായിക താരങ്ങളാണ് സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിൽ നിന്നും ഈ കായികമേളയുടെ ഭാഗമാവുന്നത്. ഇത്രയും മുതിർന്ന കായിക താരങ്ങളാണ് എല്ലാവരും തന്നെ. അതിനാൽ തന്നെ ഇവരെ നിയന്ത്രിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ മത്സരങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഏതാണ്ട് 100-ലധികമുള്ള ഒഫീഷ്യൽസ് ആണ്. ഏതാനും ഒഫീഷ്യൽസ് ആണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. സാർ, എങ്ങനെ പുരോഗമിക്കുന്നു? ഇത് മീറ്റ് നമ്മുടെ പുതിയൊരു സ്റ്റേഡിയമാണ്. ആദ്യം തന്നെ അതാണ് പറയേണ്ടത്. ഇങ്ങനെ മീറ്റ് നടക്കുന്ന നല്ല സ്റ്റേഡിയം ആയതിന്റെ പേര് കായിക താരങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല റിസൾട്ട്, നല്ല ടൈം. കാരണം ഇത് എടുത്തു പറയേണ്ടത് 50 വയസ്സ് താഴെയുള്ള 2-3 ഐറ്റം 400 നല്ല ടൈം. അതായത് യുവാക്കൾ ചെയ്യുന്ന ടൈമിൽ കയറി വന്നു. ഏതാണ്ട് 57.something-ലാണ് 400 വന്നിരിക്കുന്നത്. പിന്നെ ട്രാക്ക് നല്ലതാണ്, മറ്റെല്ലാ കാര്യങ്ങളും നല്ലത് മുന്നോട്ട് പോകും. വളരെ നന്നായിട്ട് മീറ്റ് നടക്കുന്നുണ്ട്. കൃത്യ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയാണ്. രാവിലെ ഒരു 6:30 തുടങ്ങിയ മത്സരം ഇത് കൃത്യസമയത്ത് തന്നെ നിർണ്ണയിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം 1:30-ക്കാണ്. കൃത്യമായ സമയം പാലിച്ച് അത്ലറ്റുകൾ എത്തുന്നുണ്ട്. ഒഫീഷ്യൽസുകാരന് സംഘാടകരും പരമാവധി സഹകരണം തരുന്നുണ്ട്. വളരെ നീറ്റായിട്ട് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഒഫീഷ്യേറ്റ് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. സാറേ, ഈ പ്രായമായ ആളുകളാണ് കൂടുതൽ മത്സരിക്കുന്നത്. അതെ, പക്ഷെ പ്രായം ആയെന്ന് നമ്മൾ പറയുകയാണെങ്കിലും ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അവരാണ്. നമ്മൾ നോക്കുമ്പോൾ ഈ 80 വയസ്സിന് മേലെയുള്ള ആൾക്കാരും അതുപോലെ മറ്റുള്ളവരൊക്കെ ലേഡീസ് അടക്കം നല്ല പെർഫോമൻസ് ആക്കി. പിന്നെ ഒന്ന് ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വൈബാണ് നമുക്ക് കിട്ടിക്കൊണ്ട്. ഞങ്ങളൊക്കെ പുറത്തുനിന്ന് വന്ന ഒഫീഷ്യൽസാണ്, ഇടുക്കിക്കാരല്ല, കോഴിക്കോട്, മലപ്പുറം ഉള്ള ടീമുകളാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞങ്ങൾ സെറ്റപ്പായിട്ട് നേരത്തെ ഒന്നിച്ച് സ്റ്റേറ്റുകളും നാഷണലുകളൊക്കെ ചെയ്യുന്ന ഒഫീഷ്യൽസാണ്. അതുകൊണ്ട് അതിൻ്റെ ആ ചിട്ടയോടുകൂടി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ആർക്കും ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതന്നെ നമ്മളെ ഒരു മീറ്റിൻ്റെ ഒരു അത് കൃത്യസമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ നടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സാറ് കോട്ടയം ജില്ലയിൽ നിന്നുള്ളതാണ്, ടെക്നിക്കൽ വിങ്ങിന്റെ ഹെഡാണ് അല്ലേ സാറേ? എങ്ങനെ വിലയിരുത്തുന്നു ആദ്യ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ ടൈം ഷെഡ്യൂൾ കൃത്യമായിട്ട് പഞ്ചറായിട്ട് പാലിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. പിന്നെ പങ്കെടുക്കുന്നവരും എല്ലാ അത്ലറ്റുകളും നല്ല സഹകരണവും അവരുടെ പ്രായത്തെ വെല്ലുന്ന പ്രകടനവും, മനുഷ്യന് പ്രായമായോ എന്ന് ഇവരുടെ ഓട്ടം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അത്ര മനോഹരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ മത്സരം ഇവിടെ നടക്കുന്നത്. പിന്നെ എല്ലാം നല്ല ചിട്ടയായിട്ട് കാര്യങ്ങൾ, അതിൻ്റെ ഓർഗനൈസിങ്ങും എല്ലാം നല്ല ചിട്ടയായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് മീറ്റ് നല്ല ഒരു വിജയകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലാണ്. ആദ്യമായി ഇതിന്റെ ഒരു നന്ദി കടപ്പാടറിയിക്കുന്നത് ഇതിന്റെ സംഘാടകരോടാണ്. വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. അത് തന്നെ നമ്മളൊരു മീറ്റിന്റെ ഏറ്റവും വലിയ വിജയമാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമുള്ള 78 പ്രായമുള്ള അത്ലറ്റ്സുകൾ വളരെ കൃത്യമായി അവർ ആ പെർഫോമൻസ് ഒന്നും ആ ചെറുപ്പത്തിലെ പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കുന്നത്. അത് വളരെ അഭിനന്ദനാർഹമാണ്. വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് ഈ ഒഫീഷ്യൽസ് ഒക്കെ തന്നെ പറയുന്നത്. നമ്മളെല്ലാം പറയാറുള്ളത് പോലെ തന്നെ ഏജ് ഒരു നമ്പർ മാത്രമാണ്. അതിലുപരി ഈ കായികമേളയുടെ ആദ്യ മണിക്കൂറുകൾ വിജയമാക്കുവാൻ വേണ്ടിയിട്ട് കാരണം എന്ന് പറയുന്നത് കൃത്യമായ ടൈം ഷെഡ്യൂളിൽ ഇത് പൂർത്തീകരിക്കുവാനായി എന്നുള്ളതാണ്. നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നിന്നും ജോബിൻ കോശിക്കൊപ്പം അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.